അരുൺകുമാർ അത് തന്നെ അയക്കുമെന്ന് കൃത്യമായ ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ പ്രഖ്യാപിച്ചത് എന്താ? ആദ്യത്തെ ക്യാബിനറ്റിൽ UDF പ്രഖ്യാപിക്കുന്ന പദ്ധതിയിൽ ആദ്യത്തെ തീരുമാനം ആശാ വർക്കർമാരുടെ വേതനം ഉയർത്തുന്നതാണ്. അക്ഷരം പ്രതി ഇന്ന് ചെയ്തില്ലേ? ആശാ വർക്കർമാരുടെ വേതനം ഉയർത്തിയില്ലേ? 21,000 ആക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അന്ന്. 21,000 അവരുടെ ആവശ്യം. 21,000 എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ കാഴ്ചപ്പാടും. പക്ഷെ വി ഡി സതീശൻ അന്ന് പറഞ്ഞ പ്രസംഗം അക്ഷരം പ്രതി ഇന്ന് നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിലൊരു സംശയവും വേണ്ടല്ലോ. വാക്കുകൾക്കും വരികൾക്കും ഇടയിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അരുൺകുമാറിന് മനസ്സിലാകും. ഈ പകുതി മാത്രം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം. ഇനി ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയെ ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിളിക്കുന്നതിൽ, അല്ലെങ്കിൽ BJPയുടെ ഉയർന്ന നേതാക്കന്മാർ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നൊക്കെ ഒരു വലിയ കുറ്റമാണെങ്കിൽ, നിർമ്മല സീതാരാമനെ കണ്ടിട്ട് KV തോമസിന് പുട്ടും കടലയും കൊടുത്ത് 6 ഏക്കറിന്റെ മധ്യസ്ഥതയിൽ പിണറായി വിജയൻ നടത്തിയ ആ സംഭാഷണത്തിന്റെ വിവരങ്ങൾ കേരളത്തോട് വിളിച്ചു പറയാൻ അരുൺകുമാറിന് പറ്റുമോ? ആർക്കെങ്കിലും അറിയാമോ? അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഒളിച്ചും പാത്തും അല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ട് കാര്യങ്ങൾ പറയുന്നു, ചോദിക്കുന്നു. അതിൽ കള്ളക്കണക്ക് പറയില്ല, കിട്ടാനുള്ള കണക്ക് പറഞ്ഞ് അവരോട് നേരിട്ട് കാര്യങ്ങൾ പറയുന്നു. അതിനെന്താ ഈ രാജ്യത്തിന്റെ മന്ത്രിമാരോട്, ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഊരുവിലക്കൊന്നുമില്ലല്ലോ. അത് പരസ്യമായി ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? രഹസ്യമായിട്ട് അത്താഴ വിരുന്നിന് ക്ഷണിക്കുകയും രഹസ്യം പങ്കിടുകയും പുട്ടും കടലയും കൊടുക്കുന്നതൊക്കെയാണ് സംശയം ഉണ്ടാക്കുക. അതിന് ഉത്തരം കിട്ടാത്ത കാലത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബാലിശ്യമാണ്. ഇനി എനിക്ക് BJPയുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, അനാവശ്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉപയോഗിക്കുമെന്നുള്ളതാണ് താങ്കളുടെ ആശങ്ക. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അനാവശ്യമായിരിക്കാം ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ചികിത്സ ആവശ്യങ്ങൾ. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക്, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ചികിത്സ ഒരു അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ സൗകര്യങ്ങളുമുള്ള മനുഷ്യർക്ക് ചിലപ്പോൾ അനാവശ്യമായിട്ട് തോന്നാം. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ, അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത്. ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു രോഗം വന്നാൽ, ഒരു ആശുപത്രി കേസ് വന്നാൽ ആ ഒരു മാസത്തെ എല്ലാ ജീവിതക്രമങ്ങളും താളം തെറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അത്തരം അടിസ്ഥാനപരമായിട്ടുള്ള പഠനങ്ങളില്ലാത്ത, നേരനുഭവങ്ങളില്ലാതെ അനാവശ്യ ചികിത്സ ഉണ്ടാകുമെന്ന് പറയരുത്. ഒരു പാവപ്പെട്ടവരും അനാവശ്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ആശുപത്രി പോയി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ആശുപത്രി പോയി റൂമിൽ കിടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ കിടക്കുന്ന സമയം കൊണ്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് അരിക്കുള്ള കൂലി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവപ്പെട്ടവർ നടക്കുക. മനസ്സിലായില്ലേ? അപ്പൊ അനാവശ്യ ചികിത്സയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് ഒരു തരമുള്ള ഈ അതെന്താ പറയാ, ഈ മേൽത്തട്ടിൽ വരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താനുള്ള ആരോപണങ്ങളാണ്. ഇനി രണ്ടാമത്, ഈ പദ്ധതികൾ എങ്ങനെ നടപ്പാക്കുമെന്നുള്ളതാണ് താങ്കളുടെ സംശയം. അത് ഞങ്ങൾ ധനകാര്യമന്ത്രിയും ധനവകുപ്പും കൂടി ചേർന്ന് ആലോചിച്ച് വേണ്ടത്ര സമയമെടുത്ത് കൃത്യമായിട്ട് അത് നടപ്പാക്കിക്കോളാം. എനിക്ക് അതിനു മുമ്പ് താങ്കളോട് ഒരു ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 2 LPG സിലിണ്ടർ ഫ്രീ ആയി കൊടുക്കുമെന്ന്. 1 ഓണത്തിനും 2 ക്രിസ്മസിനും. അതുപോലെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് 2,500 രൂപ വെച്ചിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന്. അപ്പോൾ ഇതിനൊക്കെ ഫണ്ട് നിങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്നാണ് നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത്? വെൽഫെയർ പെൻഷൻ 3,000 രൂപയായിട്ട് കൂട്ടുമെന്ന്. ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ വേറെയും കുറെ സാധനങ്ങളുണ്ട്. ഇതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഫ്രീ ബീസ് എന്തോ മഹത്തായ പലഹാരവും, ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ മോശപ്പെട്ട പ്രവർത്തനവും തെറ്റായ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പല്ലേ? ഇതാ നിതിൻ ഗഡ്കരിയുടെ വർത്താനം പോലെയുള്ള പരിപാടിയായി പോയി. ഇനി അടുത്തത്, മെയ് 15-ന് KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കാമെന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞത് ശിവശങ്കറിനെ തെളിയിക്കാൻ പറ്റുമോ? മന്ത്രിസഭ അധികാരമേൽക്കാതെ, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാതെ, ഒരു സർക്കാർ സംവിധാനം വരാതെ എങ്ങനെയാണ് KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റുന്നത്? ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് അത് മനസ്സിലാകും. അത് മനസ്സിലാകാത്ത ആളുകൾ സമരം ചെയ്തു. എന്നിട്ട് പറയാം ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്ന്. ഞങ്ങൾ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് മെയ് 15-ന് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം, തെളിവ് പറയാം. ഇനി താങ്കൾ പറഞ്ഞ പോലെ ചാള കൊടുക്കാതെ ചൂണ്ട കൊടുക്കണമെന്ന്. ചാളയ്ക്ക് പോലും ഗതിയില്ലാതെ, ചൂണ്ട പിടിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യർക്ക് ചിലപ്പോ ചാള ചുട്ട് കൊടുക്കേണ്ടി വരും. അവർക്ക് ആദ്യം ചൂണ്ട പിടിക്കാനുള്ള ശേഷി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഫ്രീ ബീസ് കൊടുക്കുന്നത്. ശതകോടീശ്വരന്മാരായിട്ടുള്ള കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്ന ഈ രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മറ്റേ ലോണുകൾ എഴുതി തള്ളി സൗകര്യം ചെയ്തു കൊടുക്കുന്ന BJP സർക്കാരിന് ഈ പാവപ്പെട്ടവന് ചാള കൊടുക്കുന്നതിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാകില്ല. അതിന് PhD ഒന്നും വേണ്ട.
പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു പ്രളയം വരുമ്പോൾ കൊടുക്കുന്ന അരിയുടെ പണം വാങ്ങുന്ന ആളുകൾക്ക് ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞാൽ മനസ്സിലാകില്ല. എല്ലാവർക്കും ചൂണ്ട പിടിക്കാൻ ശേഷിയാകുമ്പോൾ കൊടുക്കാൻ സാറേ ചൂണ്ട. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഒരു ഗതിയും പരഗതി ഇല്ലാത്ത മനുഷ്യർക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കേണ്ടി വരും, ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കേണ്ടി വരും, ഫ്രീ ആയിട്ട് മറ്റേ യാത്രാ സൗകര്യം കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അവരൊരു ശേഷിയിലേക്കും സമൂഹത്തിന്റെ എല്ലാവരുടെ ഒപ്പത്തിലേക്കൊക്കെ എത്താൻ പറ്റുന്ന സമയത്ത് അവരുടെ കൺസെഷൻസ് നമുക്ക് കുറയ്ക്കാം, ഫ്രീ ബീസ് കുറയ്ക്കാം, അന്നേരം അവർക്ക് ചൂണ്ട കൊടുക്കാം. ഇനി ചൂണ്ടയെ കുറിച്ചാണല്ലോ പറഞ്ഞത്, തൊഴിലിനെ കുറിച്ചായിരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യം കൂപ്പുകുത്തിയത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യം കൂപ്പുകുത്തിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താ. നിങ്ങൾ കോവിഡിന്റെ കാലത്ത് കുറെ 20,000 കോടിയുടെ 22,000 കോടിയുടെ ഒക്കെ പാക്കേജ് പ്രഖ്യാപിച്ചല്ലോ. 20,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ച് വായിച്ചു തീർന്നപ്പോ 22,000 കോടിയായ പാക്കേജുകൾ എവിടം വരെ ആയി? ആർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ? ഇനി ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ആശങ്കയാണെങ്കിൽ ഞങ്ങൾ ധവളപത്രം ഇറക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു എക്സ്റേ എന്നുള്ള രീതിയിലാണ്, ഒരു സ്കാനിംഗ് റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്കാണ്. അത് മുന്നിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും, ജനക്ഷേമ പദ്ധതികളും നടപ്പാക്കും. നല്ലതായിട്ടുള്ള കാര്യങ്ങൾ തുടരും. വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തും. പക്ഷെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന്. മുണ്ട് മുറുക്കി കൊടുത്തോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് കിയാ കാർണിവൽ വാങ്ങാൻ വേണ്ടിയിട്ട് 1,10,00,000 രൂപ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പോലത്തെ ഉള്ള ആ തോന്നിവാസമൊന്നും ഞങ്ങൾ നടത്തില്ല. ഞങ്ങൾ സമയബന്ധിതമായിട്ട് പരമാവധി വേഗത്തിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ കുറിച്ചിട്ട് കുറെ കൂടി ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. കാരണം എല്ലാം മൂടി വെച്ച, ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു സർക്കാർ അധികാരം ഒഴിയുമ്പോൾ കൃത്യമായി പഠനങ്ങൾ നടത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. എന്ന് വെച്ചാൽ UDF പ്രഖ്യാപിച്ച പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കില്ലെന്നല്ല, അത് എത്രയും വേഗത്തിൽ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കുമെന്നാണ്. അത് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലായാലും, ചെറുപ്പക്കാർക്ക് 5 ലക്ഷത്തിൻ്റെ പലിശരഹിത ലോൺ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി കൊടുക്കുന്ന കാര്യത്തിലായാലും, ക്ഷേമ പെൻഷൻ 3,000 വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ എത്രയും വേഗത്തിൽ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങും എന്നുള്ള കാര്യത്തിൽ ആദ്യം തന്നെ ഞങ്ങളുടെ ഉറപ്പാണ്. അത് മുന്നോട്ട് പോകും. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ, BJPയുടെ പ്രതിനിധി ശ്രീ ശിവശങ്കർ പറയുന്നത് സാർവത്രികമായിട്ട് ക്ഷേമം കൊടുക്കേണ്ട, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൊടുത്താൽ മതി എന്നുള്ള ആ രീതിയിലുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, എന്നെ തിരുത്തണം. ഞാൻ ചോദിക്കട്ടെ, ഈ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ KSRTC ബസ്സിൽ കയറി കഴിഞ്ഞ 15-ാം തീയതി കുറേ സമരം നടത്തിയല്ലോ. അവർ സാർവത്രികമായിട്ട് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടണമെന്നാണോ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ടിക്കറ്റ് കിട്ടണമെന്നാണോ, എന്ത് പറഞ്ഞിട്ടാണ് നടത്തിയത്? അപ്പോൾ കൃത്യമായി BJPക്കും വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ BJPയുടെ ഉപദേശം ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളൊക്കെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി പറയുന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന ഞാൻ വിചാരിക്കുന്നു. എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണം അഭിലാഷ്, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ. നിതിൻ ഗഡ്കരിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രസ്താവന ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരില്ല. അപ്പോൾ ഞങ്ങളിത് പഠിച്ച് വേണ്ടത്ര പഠനങ്ങൾ നടത്തി ഞങ്ങൾ നടത്തിക്കോളാം. BJPക്കാരുടെ സഹായം തൽക്കാലം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ, ആശാ വർക്കർമാരുടെ 3,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ച് ഇപ്പോൾ 12,000 എന്നുള്ള പ്രഖ്യാപനത്തിൽ എത്തുമ്പോൾ എനിക്ക് CPMകാരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. മുൻപൊക്കെ ചർച്ചകളിൽ ഇത്തരം വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് നിലവിൽ ഓണറേറിയം 12,000 മുതൽ 17,000 വരെ കൈപ്പറ്റുന്ന ആളുകളുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് 17,000 കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇപ്പോൾ 20,000-ന് മേലേക്കാകുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ പാകത്തിൽ നിങ്ങളെ എത്തിച്ചത് എന്ത് കാര്യങ്ങളാണെന്നൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഞങ്ങളെ വിമർശിച്ചോ, ഞങ്ങളെ കറക്റ്റ് ചെയ്യണം, ഞങ്ങളെ തിരുത്തണം, ഞങ്ങൾക്ക് കുറെ കൂടി മെച്ചപ്പെടാനുണ്ട് എന്ന് തോന്നുന്ന മേഖലയിൽ ഞങ്ങൾ നിങ്ങളുടെ ഉപദേശം കൂടി സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ പാചക തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യം, അംഗൻവാടി വർക്കേഴ്സിൻ്റെ, ഈ പാചക തൊഴിലാളികളുടെ സംഘടനയുടെ നേതാവ് ഞാൻ മനസ്സിലാക്കുന്നത് KP രാജേന്ദ്രൻ, മുൻ മന്ത്രി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി സമരം ചെയ്തിട്ടുണ്ട് ഒരു 3-4 മാസം മുമ്പ്, ശമ്പള കുടിശ്ശിക ഉണ്ടെന്നും പറഞ്ഞിട്ട്. അതൊക്കെ പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നതിന് മുമ്പ് ഇനി KSRTCയിലെ സൗജന്യ യാത്ര ജൂൺ 15-ന് തുടങ്ങാൻ പോകുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെയിറ്റ് ചെയ്യും, ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നതെന്നുള്ള ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനുള്ള ഒരു സമയം എന്താ, ശ്വാസം എടുക്കാനുള്ള ഒരു സമയമെങ്കിലും ഉണ്ടല്ലോ. പിന്നെ വയോജന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തിയിരിക്കുന്നു. ആദ്യത്തെ യോഗത്തിൽ 21,000 രൂപ കൊടുക്കാമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതിൻ്റെ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ എവിഡൻസ് അരുൺകുമാറിന് ഈ ചർച്ചയിൽ കാണിക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ക്യാബിനറ്റ് യോഗത്തിൽ 21,000 രൂപ ആശാ വർക്കർമാർക്ക് കൊടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഡിജിറ്റൽ എവിഡൻസ് കാണിക്കാൻ പറ്റുമോ? ആശാ വർക്കർമാർക്ക് 21,000 രൂപ എന്നുള്ള അവരുടെ ആവശ്യം കാലികമാണ്. ഡെയിലി കുറഞ്ഞത് 700 രൂപയെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും, അത് കൊടുത്തിരിക്കും എന്നുള്ളതാണ്. ആദ്യത്തെ യോഗത്തിൽ അങ്ങനെ പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അരുൺകുമാർ ഒന്ന് പെടുത്തണം എവിടെയാണുള്ളതെന്ന്. പിന്നെ നിങ്ങൾ നടത്തിയ പദ്ധതികളിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. വേണ്ട,
നല്ലതിലൊന്നും പോറലേൽക്കാൻ നിങ്ങൾ സമ്മതിക്കേണ്ട. ആ വയറ്റിൽ കത്രിക തുന്നിക്കെട്ടി വെച്ചെടുക്കുന്ന പരിപാടി അതൊന്നും ഞങ്ങൾ തിരുത്തിക്കോട്ടെ. ആളുകൾക്ക് മരുന്ന് കിട്ടാത്തത്, ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാത്തത്, ആശുപത്രി ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ തിരുത്താൻ ഞങ്ങൾക്ക് കുറച്ച് സമയം തരാമോ? അതൊക്കെ ഞങ്ങളൊന്ന് തിരുത്തിക്കോട്ടെ. നിങ്ങളൊന്ന് സമ്മതിക്കാമോ? ഈ പോറൽ വീഴാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് കഴിഞ്ഞ 10 കൊല്ലക്കാലം നിങ്ങൾ എവിടെയായിരുന്നു? ഇപ്പൊ പലരും പറയുന്നുണ്ട് ഈ പഴയ പോലെ ഒന്നുമല്ല, പോലീസിനെതിരെ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. 10 വർഷക്കാലം ക്ലിഫ് ഹൗസിൽ ഇസ്തിരി ഇട്ട് വെച്ച വസ്ത്രത്തിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച മരപ്പട്ടിയുടെ പോലും ജനാധിപത്യ ബോധമില്ലാത്ത കുറെ ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. അവർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ സമരം തുടങ്ങിയിട്ടുണ്ട്. സമരം തുടങ്ങിക്കോ, പക്ഷെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കരുത്. എങ്ങനെയെങ്കിലും പാവപ്പെട്ട മനുഷ്യർ പണിക്ക് പോയി ജീവിച്ചോട്ടെ. ഞങ്ങൾ ഒരു ഹർത്താൽ പോലും നടത്താതെ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം ജനപക്ഷമായിട്ട് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ഹർത്താൽ നടത്തിയ എന്ത് ബഹളം വേണമെങ്കിലും വെച്ചോ, നാട്ടുകാരുടെ മെക്കെട്ട് കയറരുത്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഏതെങ്കിലും രീതിയിൽ പാകപ്പഴ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, തിരുത്താവുന്നതാണെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കോളാം. അങ്ങനെയല്ലേ ഒരു ജനാധിപത്യ മാതൃകയിൽ മുന്നോട്ട് പോകേണ്ടത്. ഞങ്ങൾക്ക് സമയം തരൂ, ഞങ്ങൾക്ക് സമയം. നിങ്ങൾ നന്നാക്കിയിട്ട് നന്നാവാത്ത കാര്യങ്ങൾ ഞങ്ങളൊന്ന് നന്നാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. തീർച്ചയായിട്ടും സർക്കാരിന് സമയം കൊടുക്കണം എന്നുള്ളത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഇത്